അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് രൺതംബോർ ടൈഗർ റിസർവിലേക്കാണ്. രൺതംബോർ കടുവാ സങ്കേതം, അതായത് രാജസ്ഥാൻ സവായ് മധുപൂർ ഡിസ്ട്രിക്റ്റ് സ്ഥിതി ചെയ്യുന്ന രൺതംബോർ ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത്. ഇത് കാണുന്നുണ്ട്, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നിടത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടും. പെർ പേഴ്സൺ 10 രൂപയാണ് ടിക്കറ്റ്. നമുക്കത് ഉള്ളിലേക്ക് പോകണമെങ്കിൽ സ്വന്തം കാർ ഉപയോഗിച്ച് പോകും. സ്വന്തം കാർ എന്ന് പറയുമ്പം സവായ് മധുപൂർ ഡിസ്ട്രിക്റ്റിലുള്ള വണ്ടികൾ മാത്രമേ കടത്തി കൊടുത്തുള്ളൂ. 4 വീലേഴ്സ് മാത്രം കടത്തിവിടും, 2 വീലേഴ്സ് അലോഡ് ചെയ്യത്തില്ല. പുറത്തുള്ളവർക്കൊക്കെ പോകണമെങ്കിൽ അവിടെ ക്യാൻറ്റർ സംവിധാനം അവൈലബിൾ ആണ്, അതുപോലെ ജിപ്സിയും അവൈലബിൾ ആണ്. നമുക്ക് അതിൽ അകത്ത് പോയി കാണാം. ക്യാൻറ്ററിനും ജിപ്സിക്കൊക്കെ വേറെ റേറ്റാണ്, അധികമൊന്നും വരത്തില്ല, കുറച്ച് റേറ്റ് വരത്തുള്ളൂ. ഫോർട്ട് വിസിറ്റിംഗ് ടൈം മോർണിംഗ് 6 തൊട്ട് ഈവനിങ് 6 മണി വരെ കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന സങ്കേതത്തിൽ ഏകദേശം ഒരു 77 ടൈഗേഴ്സ് ഉണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ഇഷ്ടംപോലെ പക്ഷികളുണ്ടെന്നാണ്. ഈ സവായ് മധുപൂർ നിന്നും നമ്മുടെ ഈ ഫോർട്ടിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം വേണം കേട്ടോ റെയിൽവേ സ്റ്റേഷന്. അതുപോലെ ഏറ്റവും അടുത്തുള്ളത് എയർപോർട്ട് എന്ന് പറയുമ്പോൾ ജയ്പൂർ എയർപോർട്ടാണ്. ഒരു 160 കിലോമീറ്ററോളം വരും അത്. വണ്ടികളൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. മുമ്പ് പോയി തിരിച്ചു വരുന്നത്, ഇവരൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് വരുന്നവരാണ്. ഇവർ ഫോർട്ട് കണ്ടിട്ട് തിരിച്ചു വരുന്ന ഗസ്റ്റുകളാട്ടോ. നമ്മളും ഇന്ന് ഫോർട്ട് മാത്രം വിസിറ്റ് ചെയ്യാൻ പോവുക. അതുപോലെ ഇവിടെ 1 മുതൽ 10 വരെയും സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ടൈഗറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ഈ സോൺ ഒരു തരം തിരിച്ചിരിക്കുന്നത്, 1 to 10. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഏത് സോണാണ് നമുക്ക് കിട്ടുന്നത് ആ സോണിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ബുക്കിംഗ് റിസർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പോകാം. രാവിലെ 6 മണിക്ക് പോകാൻ പറ്റും, അതുപോലെ തന്നെ വൈകിട്ട് 3 മണിക്കും ട്രിപ്പുണ്ട്. രാവിലെ 6 മണിക്ക് ട്രിപ്പിന് പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി ടൈഗറിനെ കാണാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. 3 മണിക്കത് പോകാനും ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സമയത്തിന് ചിലപ്പം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, തിരക്കനുസരിച്ച് അവരത് മാറ്റും. വഴികളൊക്കെ വലിയ മോശമായിട്ട് തോന്നും, പക്ഷേങ്കിൽ നല്ല വഴികളാണ്. സൈഡിലൊക്കെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്, മറ്റുള്ള മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണമെന്നല്ല, അത് തന്നെ. ഇവിടെ ഉള്ള ഈ മൃഗത്തുണ്ട്, ഈ കാര്യം പറയാൻ എന്തുകൊണ്ടോ, നമ്മൾ കുറച്ച് പന്നികളെ കണ്ടതാണ്. ഉണ്ടോ, പന്നി കുഞ്ഞുങ്ങളൊക്കെ ഇത് അപ്പുറത്ത് കിടപ്പുണ്ട്, ശരിക്കും കാണത്തില്ല. ഇങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. മയിലിനെയൊക്കെ കണ്ടത്, പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ മുന്നിട്ട് ചെല്ലുമ്പോൾ കുറച്ച് മാനിനെ കണ്ടുണ്ട്. ഇമാരെല്ലാം റോട്ടിൽ നിൽക്കുമായിരുന്നു. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടോണ്ട് അങ്ങ് ഓടി അങ്ങോട്ട് മാറിയതാണ്. എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകുന്നതായിരിക്കും ഇമാരെ കൂട്ടത്തോടെ. ഉണ്ടോ, ഇമാരൊക്കെ നോക്കുക, ഇമാരെന്തോടെ ഈ കാണിക്കുന്നത് വെച്ചാൽ നോക്കുക. അപ്പുറത്ത് ഒരുത്തിന് ഒറ്റയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു, അവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോകുന്നു. അപ്പുറം വഴി ആ ചാല് കാണുന്നില്ല, വെള്ളം ഒഴുകുന്ന കണ്ട അദ്ദേഹത്തിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഉള്ള ആനിമൽസൊക്കെ നല്ല ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട്. ഈവൻ ടൈഗർ ആണെങ്കിൽ പോലും നമ്മൾ വണ്ടിയും കൊണ്ട് അകത്ത് സോണിലേക്ക് പോകുമ്പം അമ്മമാരങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നും ഇല്ല അവർക്ക്. അമ്മമാരങ്ങനെ വന്ന് പോകും. കരടിയാണെങ്കിൽ പോലും അങ്ങനെയൊക്കെയാണെന്നുള്ള പറഞ്ഞ് ഞാൻ അകത്ത് പോയിട്ടില്ല. പിന്നെ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഓവറൊക്കെ പണി കിട്ടും. 2 സൈഡിലെ വഴികൾ മണ്ണെല്ലാം ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ നല്ല പ്രശ്നമുണ്ടാകും. ഞാനിപ്പോൾ ഇത് മഴയ്ക്ക് മുമ്പ് എടുത്ത വീഡിയോയാണ്. ഈ റീസെൻ്റ്ലി വന്ന മഴയത്ത് ഇവിടെ മുഴുവൻ അപ്പുറത്തേക്ക് വെള്ളം കയറിയെന്ന് പറഞ്ഞു. നമ്മൾ കയറുമ്പോൾ ഒരു എൻട്രൻസിൻ്റെ അടുത്ത് കണ്ടില്ല, അവിടെയൊക്കെ വെള്ളം കയറി നിറഞ്ഞിരിക്കുകയായിരുന്നു. കണ്ട് നല്ല കിടിലായിട്ട് മതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രോക്കഡൈലുണ്ട് കേട്ടോ, ക്രോക്കഡൈലും കാണാൻ പറ്റും. അങ്ങനെ ഒരു തരത്തിൽ ഈ റോഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്കണേ, റോഡ് നോക്കണേ, മറ്റേ കല്ലിട്ട് പതിച്ചിരിക്കുന്നുണ്ടോ, കല്ല് പതിച്ച റോഡാണ്. നമ്മൾ ഇവിടെ എത്തി. ഇതാണ് നമ്മൾ മെയിൻ സ്ഥലം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് ഉണ്ടാക്കാവുന്ന വഴി ആ സ്റ്റെപ്പ് വഴി കയറി അങ്ങ് പോകണം. അവരെല്ലാം ഒന്ന് ഇറങ്ങി നേരം നിൽക്കുക, ഇത് പറഞ്ഞു വന്ന് നിൽക്കുന്നവരല്ലേ. ആ മേലെ കാണുന്നുണ്ട്. ഇതിങ്ങനെ ഫോർട്ടിൻ്റെ എൻട്രൻസ് ബിൽഡിങ് തുടങ്ങും. ദൂരം കാണും മേലെ കയറി പോകാൻ. ഇതൊക്കെ ഓരോ സോണിലേക്ക് പോകണം. പിന്നെ ഇവിടെയുള്ള ഫ്രണ്ടിലൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി എന്തൊക്കെയാണെന്നൊക്കെ നോക്കി നമ്മൾ ഇത്രയും പേരാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.